ആകാശത്തിൻ്റെ നിയമങ്ങൾ നിനക്ക് അറിയുമോ? അത് ഭൂമിയെ എങ്ങനെ അത് അത് ഭരിക്കുന്നു എന്നും നീ മനസ്സിലാക്കുമോ? ഇങ്ങനെ ചോദിക്കും. അല്ലത് കാർത്തിക നാളിൻ്റെ സംഗല നീ പൊട്ടിക്കുമോ? ആ ബന്ധനങ്ങളെ നീ അതെടുത്ത് ചേർക്കുമോ? അല്ലത് മഹീരത്തിൻ്റെ ചേർക്കയെ നീ പൊട്ടിക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഈ 4 മുതൽ ഓരോന്നും വച്ചിട്ടുണ്ട്. കാർത്തികയുടെ ചങ്ങലെന്ന് വെച്ചാൽ ഈ 6 കാലം എന്ന് പറയും. ഈ തണുത്ത കാലം, മഴക്കാലം, വെയിൽ കാലം, മുൻവെയിൽ പിൻവെയിൽ, മുൻമഴ പിന്മഴ, മുൻപനി പിൻപനി എന്ന് പറയും. ഇങ്ങനെ 6 കാലം പറയും. ഈ കാലത്ത് ഒന്നാ ചേർക്കാൻ പറ്റുമോ? ഒന്നാ ചേർത്താൽ എങ്ങനെയാവും? ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ് ഈ മഞ്ഞ് ഉരുകിപ്പോകുന്ന ഇങ്ങനെ ഒലിച്ചു പോകുന്ന ആ ശാസ്ത്രം, നമ്മൾ ഈ മഞ്ഞ് ഇങ്ങനെ ഉരുകിയാൽ ഇനി 10 വർഷം കൊണ്ട് ഈ ഭൂമിയെല്ലാം നശിക്കും അങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ചേർത്ത് നമ്മൾ ഒന്നാ ചേർത്തപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ ഭൂമി നശിക്കും. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. ഈ പ്രപഞ്ചം കാർത്തിക അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പോൾ കുറഞ്ഞു പോയാൽ അടുത്ത മഞ്ഞിന് അത് വളരും. ഇങ്ങനെ വളർന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചോദിക്കും, മഹീരത്തിൻ്റെ ബന്ധനങ്ങളെ നീ പൊളിക്കുമോ എന്ന് പറയും. മഹീരത്തിന് വെച്ചിരിക്കുന്ന ഒരിതുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രേമിക്കത്തില്ലേ, ആണും പെണ്ണും പ്രേമിക്കത്തില്ലേ, ഈ പ്രേമം അതിലായിരിക്കുന്നത്. ആ മഹീരത്തിലിരിക്കുകയാണ് പ്രേമം. ഈ പ്രേമം ഇല്ലെങ്കിൽ ഏത് മനുഷ്യനും ഒരാളോട് ഒരാൾ ചേരത്തില്ല. ഏത് ജീവികളും, അത് ചെറിയ പുഴുവായാലും ശരി, ഈ ഒരു സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ചേർന്ന് ജീവിക്കുന്നത്. ആ ചേർന്ന് ജീവിക്കുന്നതിന് കാരണം ഇതാണ്. ഇത് ഇല്ലെങ്കിൽ അതിൽ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെ പൊളിക്കുമോ? അപ്പോൾ എല്ലാം ചേർത്തിനകത്ത് ചേർത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ എത്ര കണ്ണുണ്ട്? ശരീരം മുഴുവനും കണ്ണാണ്. കുറച്ചെങ്കിലും 1000 കണ്ണെങ്കിലും നമ്മൾ തുറക്കണം. എന്നുവെച്ചാൽ 1000 അറിവ് കിട്ടണം, 1000 സബ്ജക്റ്റിൽ നമ്മൾ ജയിക്കണം. അങ്ങനെ ജയിക്കണമെന്നുണ്ട്. അതിനേക്കാൾ എന്തുമാത്രം കൂടുതൽ സബ്ജക്റ്റ് പഠിച്ചിരിക്കുന്നുണ്ടോ അതുമാത്രം അവർ വലിയവരാണ്. ഇത് കണ്ണുകൾ. പക്ഷേ നമ്മൾ ഓരോ ജന്മത്തിൽ ഒരു 10, 20, 30 കണ്ണുകൾ തിറക്കും. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ ഒരാൾ ഇഷ്ടം പോലെ കണ്ണുകളെ തിറക്കും. ഗൾഫിലാണെങ്കിൽ അങ്ങനെയല്ല, മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവർ ഒരു സബ്ജക്റ്റ് മാത്രമേ പഠിക്കൂ. ആ സബ്ജക്റ്റ് തന്നെ അതിലേക്ക് പോകും, മറ്റൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ തിറക്കാം. ഇത് ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള ദൈവങ്ങളുള്ള ആളാണ്. മറ്റു രാജ്യങ്ങൾ ഒറ്റ ദൈവങ്ങളുണ്ട്. സൂര്യൻ ഭരിക്കുന്ന രാജ്യങ്ങൾ വെച്ചാൽ മറ്റു രാജ്യങ്ങൾ ഒറ്റ ദൈവമുണ്ട്, മറ്റാരും അവിടെയില്ല. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, ചന്ദ്രനുണ്ട്, ഇഷ്ടംപോലെ സ്റ്റാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ദൈവങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ അറിവ് നമുക്ക് വേണം. ഇത് എല്ലാ അറിവും നമുക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും ദൈവത്തിന് തുല്യരാകാൻ വേണ്ടി ഈ സൃഷ്ടി. അപ്പം ഇതിന് ഇപ്പോൾ മറ്റൊരു ലിറ്റ്മസിൽ ചോദിക്കുന്ന പോലെ ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ യുദ്ധമുണ്ടാവും, എങ്ങനെ പട്ടിണി ഉണ്ടാവും, എങ്ങനെ പസി ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ? അപ്പോൾ ഈ സൃഷ്ടി ഇതിനു വേണ്ടിയാണ്. ഇപ്പോൾ ഒരു അവസാന വെളിപ്പാടെന്ന് പറഞ്ഞതിലുണ്ട്, ഇനി പട്ടിണി ഇല്ല, ഇനി മരണമില്ല, ഇനി കണ്ണുനീരില്ല. ഇപ്പോൾ ഒരു ദൈവം എവിടെ പോയി എന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവം. അവൻ വരത്തില്ല. പക്ഷെ അപ്പോൾ ഇവിടെ ആരാ വന്നത്? ഞാൻ 7 പേർ പറഞ്ഞില്ലേ, ഈ 7 പേരാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 7 പേരാണ്, ഈ 7 ദൈവങ്ങൾ. അതായത് ശിവൻ, സൂര്യൻ, പാർവതി, പെൺദേവതകൾ. അതിൽ കർത്തവാവയാണെങ്കിൽ കാളി. ഇത് 2 പേരും അതിൽ. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പെൺദേവതകളും അതിനകത്ത് വരും. അടുത്തത് വിഷ്ണു. ഇത് ചൊവ്വായാണെങ്കിൽ മുരുകൻ. ഇത് മിലിറ്ററി. ഇപ്പം ഇത് ഭരിക്കുന്ന നാട് ചീന, ഈ പോലെയുള്ള നാടുകളിലെ കമ്മ്യൂണിസ്റ്റ് ഇതൊക്കെ അതെല്ലാം ചൊവ്വയുടെയാണ്. അപ്പോൾ ഇത് ചൊവ്വ മിലിറ്ററി എല്ലാം ഇവരാണ്. അതിക്ക് അടുത്തത് ബുധൻ്റെ വിഷ്ണുവിൻ്റെ ഇതാണ്. ഒരു വ്യാഴം ബ്രഹ്മാവിൻ്റെ എല്ലാ സാന്നിധ്യങ്ങളും. എന്നിട്ട് അല്ല യഹോവ ഇതുപോലുള്ളത്. അതുപോലുള്ള ഇപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ലോകം ഭരിക്കുന്നത്. ഈ ലോകം ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തിലെല്ലാം നടത്തുന്നത് ഇവരാണ്. ഇവരെ കൊണ്ട് വയ്ക്കണം. ശരി, ഇത് എന്തുകൊണ്ട് വെച്ചെന്ന് വെച്ചാൽ ഇത് ബൈബിളിൽ ചില ഒരു ഇതുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കിഴക്കേ ഒരു ഏതേലും തോട്ടം ഉണ്ടാക്കി അവിടെ കൊണ്ട് മനുഷ്യരെ വെച്ചെന്ന്. പക്ഷെ മനുഷ്യർ പാവം ചെയ്തതിന് ശേഷം പാവം ചെയ്താൽ എന്ത് ചെയ്യും? മനുഷ്യരുടെ സ്വഭാവം മാറ്റണമെങ്കിൽ പറ്റത്തില്ല.
സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ മനസ്സിൻ്റെ ബുദ്ധി മാറ്റാം, ഉപദേശം കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് മാറ്റാം. പക്ഷെ അവൻ്റെ സ്വഭാവം മാറത്തില്ല. അവൻ്റെ ചീത്ത സ്വഭാവം എவ்வளவு വലിയ മാസ്റ്റർ ആയാലും എவ்வளவு വലിയ പുണ്യനായാലും ചിലപ്പോൾ അവൻ്റെ സ്വഭാവമല്ലേ അത് ദുഷ്ട സ്വഭാവമായിരിക്കും. ഇത് മാറ്റത്തേ ഇല്ല. കാരണം ഇത് പാവമാണ്. ഇവർ ഈ പഴം കഴിച്ചതിന് ശേഷം പുറത്ത് കൊണ്ട് വിട്ടേച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വാല, വീശുന്ന തീ ജ്വാല പോലുള്ള ഇത് അവിടെ വെച്ച് പിന്നെ കെരുവുകളെയും അവിടെ വെച്ച് തടസ്സത്തിന് വെച്ച് ഇവന് ഇനി ഈ ജീവന് പോയി ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് അവൻ തിന്നാതിരിക്കേണ്ടതിന് ഇതേ വെച്ച് ഇതാണത്, ഈ ശാസ്ത്രത്തിനെ വെച്ച്. അപ്പോൾ ഈ ശാസ്ത്രത്തിനെ വെച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ ഫിൽട്ടർ ചെയ്ത് അവിടെ കിഴക്കല്ലേ വീണ്ടും പിടിച്ചുകൊണ്ട് നടത്തും. ഇനി ഒരു അവകാശം കൊടുക്കും, നീ ഒരു വട്ടം കൂടെ പാന്ന്. ഇതിൻ്റെ എല്ലാം ആരുടെ കയ്യിൽ പോയി? ഇവരുടെ കയ്യിൽ പോയി. ഇവർ 7 പേരല്ലേ, ഒരു 7 പേരുടെ കയ്യിൽ അത് കൊടുത്ത് ഈ നക്ഷത്രത്തിൻ്റെ കയ്യിൽ ഇത് കൊടുത്ത് മാലത്തിൽ നിന്ന് രാത്രി മുഴുവൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇവർ വിടുവാണെങ്കിൽ അവർ പിടിക്കും, അവർ വിടുവാണെങ്കിൽ ഇവർ പിടിക്കും. ഇവിടെ ഇങ്ങനെ മാറി പിടിക്കും. ഇവർ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണോ വച്ചിരിക്കുന്നത്? ഇല്ല, നമ്മളെ കൊല്ലാൻ വേണ്ടി. അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കൊല്ലണം? ഇവർ വീണ്ടും ചെന്ന് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം എടുത്ത് തിന്നാതിരിക്കണം. തിന്നാൽ അവർ ജീവനോട് ഇരിക്കും, അതുകൊണ്ട് തിന്നാതിരിക്കണം. അപ്പം ഇത് കാവൽ വെച്ച് തിന്നാതിരിക്കണം. അപ്പം ദൈവം തന്നെ ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തു. ഇതിൽ 12 മാർഗങ്ങളുണ്ട് നമ്മളിതിനെ രക്ഷപ്പെടാൻ. അതിലൊന്ന് യോഗമാർഗമാണ് ഇതിലെ ഏറ്റവും വലിയ മാർഗം. എന്ന് വെച്ചാൽ മൂലം എന്ന് ഒരു നാളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മഹം മണിപ്പൂരകം, തിരുവാതിര അനാഹതം, അശ്വതി ഉണ്ട്, അത് വിശുദ്ധി. അത് കഴിഞ്ഞിട്ട് ചതയമുണ്ട്, അത് ആജ്ഞ. അത് കഴിഞ്ഞിട്ട് ശിരസാരം, അത് പറയില്ല അഭിജിത്ത്. ഇങ്ങനെ. അപ്പോൾ ഇവർക്ക് ഇതുപോലെ ഈ ആളുകളിൽ ഇവർ ജനിച്ചവരോ ഇതിനകത്ത് ഗുരുവോ ശനിയോ ഉണ്ടായാൽ ഇവർ ഈ യോഗമാർഗത്തിൽ മാത്രം പോകണം. ഇവർ പ്രാക്ടീസ് ചെയ്ത് അവസാനം ആസ്ട്രൽ ബോഡി ട്രാവൽ എന്ന് പറയുന്നത്. ആസ്ട്രൽ ബോഡി ട്രാവൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ശരീരം വിട്ട് പുറത്ത് പോവും വരും. ഇവിടെ തന്നെ ഇരിക്കും. നമ്മുടെ ശരീരം ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അവരുടെ ആത്മാവ് പോയി ചുറ്റിക്കറങ്ങി വരും. അവർ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തെ വിട്ട് എങ്ങനെ പോകണം എല്ലാം പഠിക്കും. ഈ ആത്മാവിനെ കൊണ്ട് പഠിക്കും. ഇതൊരു വഴിയാണ്. ഇനി ഒരെണ്ണമുണ്ട്, അതെന്നാൽ ജീവസമാധി എന്ന് പറയും. അവർ മാസ്റ്റർ നല്ലതുപോലെ ഈ ലോകമെല്ലാം അവർ അറിഞ്ഞിട്ട് എല്ലാം കണ്ടുപിടിച്ച് എല്ലാം അനുഭവിച്ച് തീർത്തിട്ട് അവരുടെ സ്വഭാവം മാറി ജ്ഞാനമെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് അവർ ജീവസമാധാവും. ഇതൊരു മാർഗം. അതുപോലെ ഇത് മാത്രമല്ല, ഇപ്പം മീനരാശിനെ എടുത്തിട്ടാൽ അതിനകത്ത് ശനിയുണ്ട്, അതിനകത്ത് ഗുരുവുണ്ട്, അതിനകത്ത് ബുധനുണ്ട്. ബുധൻ വിഷ്ണു, ഗുരു ബ്രഹ്മ, ശനി യഹോവ, അതിനകത്ത് ശുക്രൻ അല്ല, അതിനകത്ത് വരുന്നത് ഈ കേതുവിന് 5 മാർഗമുണ്ട്. ഇങ്ങനെ ഈ രാശി മോക്ഷരാശി ആണെങ്കിൽ ഈ എല്ലാവരും ഇവിടെ തന്നെ പോവുക, സ്വർഗത്തിൽ പോവുക. എല്ലാവരും അതിന് പ്രിപ്പയർ ആയി പോവുക. ഒരാൾ ഞാൻ മാത്രം പോവും മറ്റവർ വരത്തില്ല എന്ന് പറയാൻ അവിടെ ഇല്ല. എല്ലാവരും പോവും. അവിടെ ശുക്രനുണ്ട്, അവിടെ ശനിയുണ്ട്, അവിടെ ബുധനുണ്ട്, എല്ലാവരും ഉണ്ട്. മരണം ഉണ്ടാവും എല്ലാവർക്കും മരണം എന്ന് വെച്ചാൽ ഈ കോൺഷ്യസിന് മരണം ഇല്ലെന്നാണ്. പക്ഷെ ഈ ശരീരത്തിന് മരണം ഉണ്ടാവും. ഇത് ഒരു പരിധി വരെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് ഒരു 120 വർഷം ഇതിന് കൊടുത്തിരിക്കുകയാണ്. മൊത്തത്തിൽ 120 വർഷം പോകത്തില്ല. എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് 3 മരണം കൊടുത്തിരിക്കുകയാണ്. 3 മോക്ഷം എന്ന് പറയും. കടകരാശി ഒരു മോക്ഷരാശി, കർക്കടകം. വൃശ്ചികം ഒരു മോക്ഷരാശി, അതിനടുത്ത് മീനം ഒരു മോക്ഷരാശി. കർക്കടകം ഈ മോക്ഷരാശിയാണെങ്കിൽ ശരീരത്തിന് സംബന്ധിച്ച മോക്ഷമാണ് അതിന് കിട്ടുന്നത്. അടുത്തത് വൃശ്ചികത്തിനുള്ളത് ജീവന്റെ മോക്ഷമാണ് അതിന് കിട്ടുന്നത്, ജീവന്റെ മോക്ഷം. അത് കഴിഞ്ഞിട്ട് മീനത്തിൽ കിട്ടുന്നത് സ്പിരിറ്റിന്റെ മോക്ഷം. ഈ 3 മോക്ഷവും ആർക്ക് ഒന്നിച്ച് കിട്ടുന്നുണ്ടോ അവർ ഇനി വരത്തില്ല. അപ്പോൾ അവർ അങ്ങനെ കിട്ടണമെങ്കിൽ ശരീരത്തിലാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയവും അറിയണം, ഇവിടെ നിയമങ്ങൾ അറിയണം. രാഷ്ട്രീയത്തിൻ്റെ പ്രധാനം നമ്മൾ നല്ലതുപോലെ ജീവിക്കണം. ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, അവരെ പഠിപ്പിക്കണം, നമ്മുടെ കടമകളെല്ലാം ചെയ്യണം. ഇത് കർക്കിടകത്തിൻ്റെ. എന്നിട്ട് നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ അറിവും കിട്ടണം, ലോകത്തിൻ്റെ അറിവ്.
ഈ മരം, ചെടി, കൊടി, മനുഷ്യൻ, മൃഗങ്ങൾ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടും. ലോകത്തിൻ്റെ എല്ലാ അറിവുകളും കിട്ടിയാൽ അവർക്ക് ഈ ജീവമോക്ഷം, ഇത് വൃശ്ചികത്തിൻ്റെയാണ്. ഇത് മൂന്നാമതിരിക്കുന്നതാണ് സ്പിരിച്വൽ മോക്ഷം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പോകുന്ന എല്ലാ അറിവുകളും എന്തുണ്ടോ, ഇപ്പോൾ ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഒരു കുടുംബം തകർന്നു കിടക്കുകയാണ്, ഒരു കുടുംബം തകർന്നു പോയി. അപ്പോൾ തകർന്നു പോയാൽ ഏത് ദൈവത്തിനെ ഇപ്പം വിളിക്കണം എന്ന് വിളിച്ചാൽ ചൊവ്വയെ വിളിക്കണം. അവരുടെ കുടുംബം ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല, അത് കടമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമായിരിക്കാം, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാം തരിപണമായി കിടക്കാന്ന് വെച്ചാൽ വിളിക്കേണ്ടത് ആരാന്ന് വെച്ചാൽ മുരുകനെ വിളിക്കണം. കാരണം എന്താ, അവരാണ് മിലിറ്ററി. നമ്മൾ നാടെല്ലാം നശിച്ചു പോയി കിടക്കുമ്പോൾ അവർ പിടപിട വന്ന് ഒട്ടെന്ന് എല്ലാം ശരിയാക്കി വിട്ടത് അവർ പോവും. അപ്പോൾ കുടുംബത്തെ ശരിയാണ്. ഇപ്പം നമുക്ക് എതിരായി ആരെങ്കിലും എന്തെങ്കിലും സരി ചെയ്യാണ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ പെടുക, നമ്മൾ ആരാ കൊല്ലാൻ വരുന്നു എങ്ങനെയൊക്കെ നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ശത്രുത ഉണ്ടായാൽ ഒന്ന് ഭൈരവരെ വിളിക്കണം. ഭൈരവർ ഇങ്ങനെ പോലുള്ളതിനെ അവർ തടസ്സം ചെയ്യും. ഇങ്ങനെ ഉള്ളത് അത് നമ്മൾ ഭൈരവരെ കുറിച്ച് അറിയാമല്ലോ, ബ്ലോക്ക് ചെയ്യും, അവിടെ എല്ലാം തെറിപ്പിക്കും. ഇത് ചില കുടുംബത്തിൽ ശാപമുണ്ടായിരിക്കും. ശാപം അവരുടെ മുമ്പിലുള്ള വെറുതെ ചെയ്ത് ആരെങ്കിലും പറ്റിച്ച് ഒരു സ്ഥലമോ അല്ലെങ്കിൽ ആർക്കും ഒരു പെണ്ണിനെ പ്രേമിച്ച് നയിച്ച് വിട്ടോ, ഇങ്ങനെ നിറയെ ഇഷ്ടംപോലെ ഉണ്ട് ശാപങ്ങൾ. ഈ ശാപങ്ങളുള്ള ചില വീടുകളിൽ അവർ വളരത്തേ ഇല്ല, എല്ലാം വാടിപ്പോവും. എല്ലാവരും മറ്റവരോട് സംസാരിക്കത്ത് പോലും എല്ലാം ശരിയായിട്ട് ഒരു വീടുണ്ടാകും, പക്ഷെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അങ്ങ് പിണങ്ങും, ഒന്നും ഒരു മുമ്പോട്ട് പോകത്തില്ല, ഒരു പറഞ്ഞാൽ കേൾക്കത്തുമില്ല, പിള്ളേരെ നടത്തുപോലും അറിയാം, അങ്ങനെ കഴിയത്തില്ല. ഇങ്ങനെ പോലുള്ള ഒരു ആരെ വരണമെങ്കിൽ ഇവർ ദേവിയെ വിളിക്കണം. ദേവി, പാർവതി അല്ലെങ്കിൽ പരാശക്തി, ഇങ്ങനെ പോലുള്ള മാതാ, ഇങ്ങനെ പോലുള്ള ദൈവത്തെ അവർ വിളിച്ചാൽ ഈ ശാപം മാറ്റാൻ കഴിയുന്നത് ഈ സ്ത്രീകൾക്കുള്ളതാണ്, ഈ ശ്രീദേവങ്ങൾ. അപ്പോൾ ഇതുപോലെ ആര് എന്തിനു വന്നു, ഇപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ പാവമുണ്ടെന്ന് വെച്ചാൽ എന്നെപ്പോലെ എനിക്ക് കൊണ്ട് രക്ഷിക്കാൻ കഴിയത്തില്ല, എൻ്റെ ബുദ്ധി മാറുന്നേ ഇല്ല. എന്ത് ചെയ്താലും എൻ്റെ ബുദ്ധിയിൽ ഒത്തിരി ജ്ഞാനവും വരത്തില്ല, ഒരു തെളിവില്ല, ഒരു മുരടെന്ന് പറയും, മുരടണം, നല്ല തിന്നു കിട്ടുന്ന ആചാനഭാഗ് പോലെ ഇങ്ങനെ എപ്പോഴും മല്ലുപിടുത്താണ്. ഇത് പാപത്തിൻ്റെ, മൃഗത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇവർക്ക് പാപം കൂടെ 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 മൃഗത്തിൻ്റെ സ്വഭാവം വരും, മനുഷ്യൻ്റെ സ്വഭാവം വരത്തില്ല, മൃഗമായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പാപത്തിൻ്റെ ഉള്ള ദൈവം ജീസസിനെ വിളിക്കണം, പാപത്തിനെ പരിഹരിക്കാന്നുള്ളത് അതിനെ വിളിക്കണം. ഇപ്പോൾ എനിക്ക് ഒരേ ദൈവം വേണം, ഒരേ ദൈവത്തിൻ്റെ ഒരു മനസ്സ് വേണം, ഇതെല്ലാം വേണ്ട, അങ്ങനെ വെച്ചാൽ എല്ലാവരെയും വിളിക്കണം. രണ്ടാമത് എൻ്റെ കുടുംബം വളരുന്നില്ല, ഒരു വളർച്ചയില്ല, പക്ഷെ ശാപം വേറെ, വളർച്ച വേറെ. നമ്മൾ എന്ത് ചെയ്താൽ നഷ്ടം വരിക എന്ന് വെച്ചാൽ അതിന് എല്ലാവരെയും വിളിക്കണം. ഇങ്ങനെ ഓരോ ഇതിന് ഈ സ്പിരിച്വലിൻ്റെ അറിവാണ്. ലോകത്തിൽ இருக்கிற എല്ലാ ദൈവത്തിനെ കുറിച്ച് അറിവ് കിട്ടുന്നത് ഇത് മീനത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ല. ഈ എല്ലാത്തിൻ്റെ അറിവും ഒരു മനുഷ്യർക്ക് എല്ലാ അറിവും കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ്. അതിന് ആദ്യം വെച്ചിരിക്കുന്നത് മേഡമാണ്. മേഡം എന്ന് എഞ്ചിനീയറിങ്, എന്ത് ചെയ്താലും ആ എഞ്ചിനീയറിങ് കീഴെ വരും, അതിൻ്റെ അടിയിൽ വരും. അകത്ത് വരുന്നതിന് ഒരു രാശി, പുറത്ത് പോകുന്നതിന് ഒരു രാശി, കല്യാണം കഴിക്കുന്നതിന് ഒരു രാശി. ചിലർ ബിസിനസ് ചെയ്യും. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ, ഇഷ്ടമുണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ, പക്ഷേ വിധിയിലില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട്. ആ വിധിയിൽ ബിസിനസ് ചെയ്യുന്ന രാശിക്കകത്ത് ഒരു ഗ്രഹം വേണം. അങ്ങനെ ഗ്രഹമില്ലെങ്കിൽ ഇവരുടെ സമ്പത്ത് എല്ലാം അത് കൊണ്ടുപോകും. പക്ഷെ ഇവർ ഇഷ്ടം സമ്പത്ത് എല്ലാം പോയിക്കൊണ്ടിരിക്കും. പിടിക്കാന്ന് വെച്ചാൽ എല്ലാം പോകും. പക്ഷെ അതിനു മുമ്പ് അവർ നോക്കണം. ഇതൊക്കെ ഇതിനകത്താണ് സ്പിരിച്വലുള്ളതറിയാം. മറ്റവരുടെ ഭാവി അറിയുന്നത് ഇവിടെയുള്ള അറിവ് കൊണ്ടാണ് അറിയുന്നത്. ഈ മീനത്തിലിരിക്കുന്ന ഇത് കൊണ്ട് അറിയാം. എല്ലാവർക്കും അത് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ആ കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനത്തിരിക്കുന്നത് ബുധൻ്റെ ഒരു നാളാണ്, രേവതി ഇരിക്കുന്നത്. ഇതിൻ്റെ കസ്റ്റഡിയിലാണ് ഈ അസ്ട്രോളജി മുഴുവൻ ഇരിക്കുന്നത്. ആ ഒരു അറിവ് കിട്ടുന്ന സമയത്താണ് ഈ ഒരു അവസാനം. എല്ലാവർക്കും ഈ അറിവ് എപ്പോൾ കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഓരോ നാള് 100 വർഷം ഭരണത്തിലിരിക്കും. ഇത് ഭരിക്കുന്നത് ആരാന്ന് വെച്ചാൽ സപ്തഋഷികളാണ് ഇത് ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഭരിച്ചു വരുന്നത് ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്ന വെച്ചാൽ തിരുവാതിരയിലാണ് ഇപ്പം നിൽക്കുന്നത്. തിരുവാതിരയിൽ നിൽക്കുമ്പോൾ അത് എല്ലാവരും അറിയാമെന്നുള്ളത് ഇതാണ്. ഈ മീഡിയ, ട്രെയിന്, കറണ്ട്, ഇതിനെല്ലാം പുള്ളി ആ നക്ഷത്രമാണ്. ഇതിന് എല്ലാവരും എല്ലാം അറിയണം. ആ നാളിൻ്റെ അടുത്ത് എന്ത് വരും എന്ന് വെച്ചാൽ പുനർപൂസം വരും. പുനർപൂസത്തിൻ്റെ കീഴിൽ താലൂക്ക് ഓഫീസ്, ഐഡി പണ്ട ഇതൊക്കെ എല്ലാം
ആ നാളിൽ വരും. ഇങ്ങനെ ഓരോ വരണം, ഓരോ വരാമെന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന് 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 അവസാനം അത് ഉത്തരം നക്ഷത്രം കടന്ന് വരുമ്പോൾ ഭൂമി ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ വരും. 100 നക്ഷത്രം വരണമെങ്കിൽ ഇനി എത്ര വർഷം? ഇപ്പോൾ തിരുവാതിര, അടുത്തത് പുനർപൂസം, പുണർദം, പൂസം, ആയില്യം, മഹം, പൂരം. 600-700 വർഷമുണ്ട്. ഭൂമി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വരും. അത്രയ്ക്കും ക്രൂരതയായി മാറും. അത് കഴിഞ്ഞിട്ട് ഈ ഭൂമി അവസാനത്തിന് പോകും. അവസാനത്തിന് പോയി അവിടെ വിശാഖ നക്ഷത്രമുണ്ട്, അത് തുലാവാണ്. ഇത് ഒരു ജഡ്ജ്മെൻ്റ് ഇതിലുണ്ട്. ജഡ്ജ്മെൻറ്റിൽ 2 വശത്തുണ്ട്. ഒരു വശത്താണെങ്കിൽ ഏറ്റവും വലിയ ഇരുട്ട് ഒരു വശത്ത്, ഒരു വശത്താണെങ്കിൽ സൂര്യൻ അവിടെയുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഭൂമിയുടെ അപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഗ്രഹത്തിനെ എടുത്ത് മാറ്റിയാൽ ഇതെല്ലാം സൂര്യനിൽ ചെന്ന് എല്ലാം നശിച്ച് എരിഞ്ഞ് അവിടെ ചെന്ന് എരിയും. ഇങ്ങനെ ഇത് നരകം എന്ന് പറയും. ഇതിനകത്തുള്ളത് എങ്ങനെയാണ്? ഇതെടുത്താൽ അവിടെ പോകും. അത് മാറിയ അപ്പുറത്തിരിക്കുന്നത് ഒട്ടുമൊത്തമായിട്ട് ഇരുളാണ്. ആ ഇരുളിലൂറ് പുറത്ത് ഈ കോൺഷ്യസ് അവിടെ പോകും, ഒരു കോൺഷ്യസ് ഇവിടെ പോകും. 2 വശത്ത് ചെന്ന് മാറും. പക്ഷേ ഇത് എപ്പോൾ മാറുമെന്ന് വെച്ചാൽ അവസാനം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രത്തിൽ ഈ സപ്തഋഷികൾ വരുമ്പോൾ ഇതെല്ലാം അവസാനിക്കും. ഇതാണ് ലോകാവസാനം.